നമസ്കാരം. 5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 മണി വാർത്താ സമ്മേളനവുമായി പതിവായി എത്തിയപ്പോൾ അത് തുടർഭരണത്തിനുള്ള അവസരമാകുമെന്ന് പ്രതിപക്ഷം കരുതിയിരുന്നില്ല. കോവിഡ് കാലത്ത് സൃഷ്ടിച്ച കരുതൽ ഇമേജും അതിനൊപ്പമുള്ള PR വർക്കും കൂടിയായപ്പോൾ കേരളത്തിൽ മറ്റാർക്കും സാധിക്കാത്ത കാര്യം തുടർഭരണം പിണറായി വിജയൻ നേടിയെടുത്തു. ഇതിനുശേഷം കാലങ്ങളേറെ കഴിഞ്ഞു. പതിവ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ തിരിച്ചടിയേറ്റു. പതിവിന് വിപരീതമായി കേരളത്തിൽ നിന്നും BJPക്ക് ഒരു MPയും ഉണ്ടായി. മാത്രമല്ല BJPയുടെ മുന്നേറ്റം കണ്ട് CPM ശരിക്കും ഞെട്ടുന്നതും കണ്ടു. ഇതിനിടെ സംസ്ഥാനത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുകയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഇടതുമുന്നണിക്ക് അത്രയ്ക്ക് അനുകൂലമല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസും PV അൻവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയെ തകർത്തിട്ടുണ്ട്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ മാത്രമാണ് CPM ജയിച്ചതും. അതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് എളുപ്പമല്ലാത്ത അവസ്ഥയിലാണ്. എന്താകും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുതന്ത്രം എന്നാണ് അറിയേണ്ടുന്നത്. ഇതിന്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദ പ്രസംഗവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനോട് പ്രതികരിച്ച രീതിയും ഈ തന്ത്രങ്ങളുടെ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയും അടുത്ത കാലത്തായി ന്യൂനപക്ഷങ്ങൾ CPMൽ നിന്നും അകലുന്നു എന്നും മനസ്സിലാക്കിയതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ പിണറായി മാറ്റിപ്പിടിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്ക് വിവിധ വിഷയങ്ങളിലെ നിലപാടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അകന്ന അവസ്ഥയിലാണ്. അതേസമയം എക്കാലവും CPMനൊപ്പം നിന്ന ഈഴവ വോട്ട് ബാങ്കിൽ BJP വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തു. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ CPM തന്ത്രങ്ങൾ മെനയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലെത്തി നടത്തിയ വിവാദ പരാമർശം മുൻകൂട്ടി എഴുതിയ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈഴവ വോട്ടുകൾ ഉറപ്പിക്കാനാണ് പിണറായിയുടെ നോട്ടം. ഇതിനായാണ് ചേർത്തലയിൽ വെള്ളാപ്പള്ളി പുകഴ്ത്തി സംസാരിച്ചത്. ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിയിൽ നിലനിർത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് ഗുണകരമാകുമെന്നാണ് കണക്കൂട്ടൽ. വരും ദിവസങ്ങളിൽ CPM പയറ്റാൻ പോകുന്ന രാഷ്ട്രീയം എന്തെന്ന് വ്യക്തമാക്കുന്നതാണ് ചേർത്തലയിലെ പിണറായിയുടെ വാക്കുകൾ. വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നയാളല്ല വെള്ളാപ്പള്ളി നടേശനെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം. വിവിധ മതവിഭാഗങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ പുകഴ്ത്തിയതിന് പിന്നാലെ വെള്ളാപ്പള്ളി പിണറായി വിജയൻ തുടർഭരണം നേടുമെന്ന് പറഞ്ഞു. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ച നേടാനുള്ള കാലാവസ്ഥയാണുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യോഗത്തോടും പിന്നോക്ക സമുദായങ്ങളോടും എപ്പോഴും കരുണാമയമായ സമീപനമാണ് പിണറായി വിജയന്. സർക്കാരുമായുള്ള ഇടപെടലുകളിൽ പല കുറവുകളും ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും പൊതുവേദിയിൽ പറയാതെ മുഖ്യമന്ത്രിയുമായി സ്വകാര്യമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭരണ തുടർച്ചയ്ക്ക് ആശംസയും നേർന്നു. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ പുകഴ്ത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പഴയ വാചകങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നുണ്ട്. കോഴിക്കോട് മാൻഹോളിൽ മരണപ്പെട്ട നിഷാദിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളും RSSന്റെ നാവ് കടമെടുത്ത ആളാണ് വെള്ളാപ്പള്ളി എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പഴയ നിലപാട് ചർച്ചകൾക്ക് വഴി തുറന്നു. വെള്ളാപ്പള്ളിയെക്കുറിച്ച് 10 വർഷം മുമ്പ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റാണ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാകുന്നത്. അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വേങ്ങേരി സ്വദേശിയുമായ നൌഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണ്. കേരളത്തിലെ തൊഗാഡിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത്. ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു. അതിന്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തനും കഴിയില്ല എന്നായിരുന്നു 2015 നവംബർ 19 ഒരു പോസ്റ്റ്. RSSന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് VS അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം. RSS ബന്ധം അദ്ദേഹത്തിന്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നുവെന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല RSSന്റെ രാഷ്ട്രീയം. അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാകില്ല. വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചാലും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീനാരായണീയരുടേത്. മതമെന്നാൽ അഭിപ്രായം അതേതായാലും മനുഷ്യൻ ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു ജനതയെ മാട്ടിറച്ചി ഭക്ഷിച്ചുവെന്ന് ആരോപിച്ച് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ല എന്നാണ് 2015 ഒക്ടോബർ 5 പോസ്റ്റിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് ഘടകവിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടും. ഇതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം വ്യക്തമാണ് താനും. നേരത്തെ നിലമ്പൂരിൽ വെച്ചാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശം നടത്തിയത്. നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഈ പരാമർശം നടത്തിയതെന്നാണ് സൂചന. ഈ പരാമർശത്തെ മുസ്ലിം സംഘടനകൾ കൂട്ടത്തോടെ എതിർത്തപ്പോഴാണ് പിണറായി വെള്ളാപ്പള്ളിക്ക് ഓശാന പാടുന്നതെന്നതും ശ്രദ്ധേയം.